അപ്പോൾ ഇത്രയാണ് ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഒരു ബോക്സിൽ അതിൻ്റെ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് ഗെറ്റും പോസ്റ്റും. അപ്പോൾ ഗെറ്റിൻ്റെ നമുക്ക് നോക്കാം. ദ ഡാറ്റ റിമെയിൻസ് വിസിബിൾ ഇൻ ദി അഡ്രസ് ബാർ സിൻസ് കണ്ടൻസ് ആർ പാസ്ഡ് ആസ് പാർട്ട് ഓഫ് URL ആയിട്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ടൻസ് എല്ലാം എന്ത് ചെയ്തിരിക്കും, വിസിബിൾ ആയിരിക്കും, എല്ലാവർക്കും കാണാൻ പറ്റും. അതുപോലെ മെത്തേഡ് പോസ്റ്റ് ആണെങ്കിലോ ദ ഡാറ്റ ഈസ് നോട്ട് വിസിബിൾ ആസ് കണ്ടൻസ് ആർ പാസ്ഡ് ദി സ്ക്രിപ്റ്റ് ആസ് ആൻ ഇൻപുട്ട് ഫയലിൽ ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റ തന്നെ ആർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിസിബിൾ അല്ലെങ്കിൽ കാണാനായിട്ട് പറ്റില്ല. ഇനി ഗെറ്റിൽ പറയാനുള്ളത് പേജ് ലിങ്ക് ക്യാൻ ബി ബുക്ക് മാർക്ക്. പേജ് ലിങ്ക് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ പോസ്റ്റ് ആണെങ്കിൽ പേജ് ലിങ്ക് ക്യാൻ നെവർ ബി ബുക്ക് മാർക്ക്. നമ്മുടെ പേജ് ലിങ്ക് ബുക്ക് മാർക്ക് ചെയ്തിടാൻ പറ്റില്ല. പിന്നെ ഗെറ്റിൽ പറയാനുള്ളത് ഡാറ്റ ഈസ് സബ്മിറ്റഡ് ആസ് പാർട്ട് ഓഫ് ദി URL. ഡാറ്റ URLോട് കൂടിയിട്ട് തന്നെയാണ് സബ്മിറ്റ് ചെയ്യണത്. അതാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. പോസ്റ്റ് ആണെങ്കിലോ ഡാറ്റ ഈസ് സബ്മിറ്റഡ് ആസ് ദ പാർട്ട് ഓഫ് HTTP റിക്വസ്റ്റ്. ഇവിടെ HTTP റിക്വസ്റ്റ് വഴിയാണ് നമ്മുടെ ഡാറ്റ പോകുന്നത്. ഇനി ഗെറ്റിൽ പറയാനുള്ളത് ഡാറ്റ സെൻഡിങ് ഇസ് ഫാസ്റ്റ് ബട്ട് നോട്ട് സെക്യൂർ. ഗെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റേനെ സെൻഡ് ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് തന്നെ അത് സെൻഡ് ആവും, പക്ഷേ സെക്യൂർഡ് ആയിരിക്കില്ല. കാരണം നമ്മുടെ ഡാറ്റ എല്ലാം റിവീലായി പോവല്ലേ, അതുകൊണ്ട് സെക്യൂർഡ് ആയിരിക്കില്ല. പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ ഡാറ്റ സെൻഡിങ് സെക്യൂർ ബട്ട് സ്ലോ ആസ് കമ്പയർ ടു ഗെറ്റ്. നമ്മുടെ ഡാറ്റ സെക്യൂർഡ് ആയിട്ട് തന്നെ പോവും, പക്ഷേ ഗെറ്റിൻ്റെ അത്രയും ഫാസ്റ്റ് അല്ല, സ്ലോ ആണ് ഗെറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ലാസ്റ്റ് ഗെറ്റിൽ പറയാനുള്ളത് ഗെറ്റ് ക്യാൻ ഓൺലി സെൻഡ് 2000 ക്യാരക്ടേഴ്സ്. നമ്മൾ ആദ്യം പറഞ്ഞതാണ് 2000 ക്യാരക്ടേഴ്സിന് മാത്രമേ ഗെറ്റിന് സെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ നോ ലിമിറ്റ്. അവിടെ ലിമിറ്റ് ഇല്ല, നമുക്ക് എത്ര ക്യാരക്ടേഴ്സിന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോഗ്രാം നോക്കുകയാണ്. ഒരു HTML ഫോം, ആ ഫോമിൽ നിന്ന് ഡാറ്റ പോകുന്നു അത് PHP എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നോക്കണേ. അപ്പോൾ അത് നമുക്ക് HTML ഫോമിൻ്റെ ഒരു പ്രോഗ്രാം നോക്കണം, അതിൻ്റെ PHPയുടെ ഭാഗവും നോക്കണം. അപ്പോൾ പ്രോഗ്രാം 10.11a നോക്കാം. ഫോം ടു ആക്സെപ്റ്റ് സ്റ്റുഡൻറ്റ് ഡാറ്റ. സ്റ്റുഡൻറ്റ് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫോമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ HTML ബോഡി, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യാണ്. ഫോം ടാഗ് ഓപ്പൺ ചെയ്ത് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്, ആക്ഷൻ ഈക്വൽ ടു result.php കൊടുത്തു. അപ്പോൾ മെത്തേഡ് പോസ്റ്റ് വഴിയായിട്ടാണ് നമ്മൾ പോസ്റ്റായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ആക്ഷൻ result.php, അതായത് result.php എന്ന് പറയുന്ന ഒരു PHP ഫയലിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഫോം പോകുന്നത്, സെൻഡ് ആവുന്നത്. അപ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷനാണ് ഈ ആക്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ ഫോം ക്രിയേറ്റ് ചെയ്യാം. രജിസ്റ്റർ നമ്പർ ഒരു ലാബിൽ വെച്ചു, എന്നിട്ടൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ആ ഇൻപുട്ട് ബോക്സ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു